നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി വേദിയിലേക്ക് എത്തുന്നു റിബി എടത്വ. റിബി നമസ്കാരം. നമസ്കാരം. അപ്പൊ കോമഡി മസാലയുടെ വേദിയിൽ ആദ്യമായിട്ടാണ്. അതെ അതെ. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളത് കരുതിയിട്ടായിരിക്കുമല്ലോ വന്നത് അല്ലേ? അതെ, സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്റ്റാർസ് ആണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എത്ര വലിയ സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിലും ഒരു താരത്തിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ അനുകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ആഹാ, കൊച്ചു പ്രേമൻ ചേട്ടനാണോ ഉദ്ദേശം? അതെ അതെ അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് സമ്മതിച്ചിരിക്കുന്നു. നല്ലോണം നല്ല ശബ്ദത്തിൽ പറഞ്ഞു. കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി പറഞ്ഞോളാം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. അശ്വതി പറഞ്ഞതും നേരാകട്ടോ, ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല. പട്ടിയുള്ള വീടുകളിൽ പട്ടിയുണ്ട് കടിക്കും എന്നെഴുതി വെക്കുന്നത് പോലെ കുട്ടിയുള്ള വീട്ടിൽ കുട്ടിയുണ്ട് മുണ്ടുകൾ സൂക്ഷിക്കുക എന്നെഴുതി വെക്കുന്നത് വളരെ നല്ലതല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ചാട്ടെ. ഇതിപ്പോ അവിടുന്നാണോ കേട്ടത് ഇവിടുന്നാണോ കേട്ടത് എന്നൊരു സംശയമുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകുന്ന പറഞ്ഞാല് ചില തമിഴ് താരങ്ങൾ അനുകരിക്കുകയാണ്. തമിഴ് താരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഇളയ ദളപതി വിജയ്. 5000 കോടി എവിടെ 5000 കോടി രൂപ കടന എടുത്ത ബിയർ ഫാക്ടറി ഓണർ എന്നാൽ அந்த கடனை கட்ட முடியலன்னு கையை தூக்கிட்டான். ஆனா அவன் தற்கொலை பண்ணிக்கல. அவனுக்கு லோன் கொடுத்த அதிகாரிகளும் தற்கொலை பண்ணிக்கல. 5000 ரூபா கடன் எடுத்த விவசாயி அவரால் அந்த கடனை கட்ட முடியாம வட்டி மேல வட்டி ஏறி பூச்சி மருந்து கொடுத்து செத்து போட்டான். 2G என்னையா அலைக்காற்று காத்து வெறும் காத்து வச்ச கோடி கோடி ஊழல் பண்றவங்க நாடியா நம்ம நாடு. தண்ணி அத்தியாவசியம், செல்போன் ஆடம்பரம். വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അപ്പം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. സ്റ്റൈൽ മന്നൻ ശ്രീ രജനീകാന്ത് അദ്ദേഹത്തെ അനുകരിക്കുകയാണ്. கண்ணு பார்க்குறீங்க கண்ணா அடின்னு சொன்னா எதிராளிக்கு தெரியாமல் அடிக்கணும். எப்படி என்ன இக்கடை சூடு கண்ணா இங்கே பாருங்க. இந்த அரசியல் ஆகட்டும் சினிமா ஆகட்டும் அந்த ஆண்டவனே கூட வருவா. உழைச்சா மட்டும் போதும். തീർച്ചയായിട്ടും സ്റ്റൈൽ മന്നൻ വരുമ്പോൾ ഉലകനായകൻ വരണം വേദിയിലേക്ക്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹത്തിന്റെ വോയിസ് അനുകരിക്കുകയാണ് ശ്രീ കമൽ ഹാസൻ. அனைவருக்கும் வணக்கம். பொதுவாக நான் இந்த மேடைக்குமே போனது கிடையாது. அப்புறம் இந்த இது மாதிரி ஒரு அற்புதமான மேடைக்கு வந்திருக்கிறது. ஏனென்றால் மக்கள் நீதி மையம் அதை பற்றி 2 வார்த்தைகள் சொல்கிறதுக்காக வந்திருக்கிறேன். மக்களுக்கு சாதகமாக யார் இருக்கிறார்களோ அவருக்கு சாதகமாக மக்கள் நீதி மையம் உண்டு. இது என்னுடைய வாக்குறுதி. நன்றி, வணக்கம். വെരി ഗുഡ് വെരി ഗുഡ് റിബി. താങ്ക് യു. അടുത്തതായിട്ട് നമുക്കറിയാം മലയാളത്തിലെ ഹാസ്യ ചക്രവർത്തി എന്ന് പറയുന്നത് അമ്പിളിച്ചേട്ടൻ അല്ലെങ്കിൽ ജഗതി ശ്രീകുമാറാണ്. അതുപോലെ തമിഴകത്തുണ്ട് ഹാസ്യ ചക്രവർത്തി ശ്രീ വിവേക്. അദ്ദേഹത്തെ അനുകരിക്കാം. ஆஹா என்னடா இது டேய் அபி கோல்டு வாட்டரை கொடுக்குறாங்கன்னு சொல்லிக்கிட்டு சால்ட் வாட்டரை கொடுக்குறாங்கடா. பெத்த தவப்ப தாக்குவாராடா தாக்க மாட்டாட்ட டேய். അടുത്തതായിട്ട് മലയാളത്തിലേക്ക് വരികയാണ്. മലയാളത്തിന്റെ ആക്ഷൻ ചക്രവർത്തി. എത്ര സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിൽ പോലും ആക്ഷൻ കിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സുരേഷ് ഗോപി ഓർമ്മിക്കും. അദ്ദേഹത്തിന്റെ ഒരു ലൈവ് വോയിസ് ആണ്. ശ്രദ്ധിക്കുക ശ്രീ സുരേഷ് ഗോപി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ കാശില്ലാതെ കറങ്ങി നടന്നിരുന്നൊരു കാലഘട്ടം. കുളിക്കാൻ മിനറൽ വാട്ടർ പോലും ഇല്ലാതെ കറങ്ങി നടന്നിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായും വളരെ വലിയൊരു ഭീതിയാണ്. ഞാനവിടെ പോയിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. അതിന് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. നമ്മളെപ്പോഴും കേൾക്കുന്ന അദ്ദേഹത്തിന്റെ റിയൽ വോയിസ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം മലയാളത്തിന്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആക്ഷൻ കിങ് എന്ന് വെച്ചാൽ ശ്രീ ജയനാണ്. അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ആണ്. അമ്മാവൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരെയും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. മിസ്റ്റർ ജാസൻ, ഇത് കത്തിയാണ്. ഇതുകൊണ്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര പൊടിയും. എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ താല്പര്യമില്ലെന്നറിയാമല്ലോ. അമ്മാവൻ പറഞ്ഞപ്പോൾ എനിക്കെല്ലാവരെയും മനസ്സിലാക്കാൻ താമസമുണ്ടായി.
രത്നങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു. എന്നെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളിൽ നേടിയെടുക്കാൻ ശ്രമിച്ചു. മുതലാളി അറിഞ്ഞാൽ നിങ്ങളുടെ തല കാണില്ല. വരട്ടെ. ഓക്കെ, എപ്പോഴും കേൾക്കുന്ന അദ്ദേഹത്തിനൊരു ഡയലോഗ് അല്ലായിരുന്നു, ഡിഫറെന്റ് ആയിട്ടൊരു ഡയലോഗ് പ്രസന്റ് ചെയ്തു. വെരി ഗുഡ്. അപ്പൊ കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ? ഇത്രേ ഉള്ളൂ ഭയങ്കര കുറവായിട്ടാണോ പറയണത്? നല്ല പെർഫോമൻസ് ആയിരുന്നു, ചെയ്തതൊക്കെ നന്നായിട്ടാ ചെയ്തത്, എന്നിട്ട് റിവ്യൂ വളരെ വിഷമിച്ചിട്ട് ഇത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടോ? ഇല്ല, അവതരിപ്പിച്ച ശബ്ദങ്ങളെല്ലാം വളരെ മനോഹരമായി. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കുറവ്, ഈ ഡയലോഗ് നമ്മളൊരു നടൻ്റെ ശബ്ദം അനുകരിക്കുമ്പോൾ ഇത്ര ലെങ്തി ആയിട്ട് പോയാൽ നമ്മളെ കള്ളത്തരം കണ്ടുപിടിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അല്ലേ? അപ്പോൾ ആൾക്കാർക്കത് പിടികിട്ടാത്ത രീതിയിൽ ഡയലോഗിൻ്റെ ലെങ്ത് കുറച്ച് പറഞ്ഞാൽ, പെട്ടെന്ന് ക്രിപ്സായിട്ട് പറഞ്ഞാൽ നമ്മളെ കള്ളത്തരം കണ്ടുപിടിക്കില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ടിപ്പാണ്. ഓക്കെ റിബി, താങ്ക് യു സോ മച്ച്.